ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റായ ടെൻഡർ ടച്ച് എന്നതിലെ ആക്ടിവിറ്റീസാണ്. ഇതിലെ ആക്ടിവിറ്റീസ് 13 മുതൽ 17 വരെയുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് 1 മുതൽ 12 വരെയുള്ളതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ 2 ലിങ്കുകളും അതുപോലെ തന്നെ ടെൻഡർ ടച്ച് എന്നുള്ള ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ്റെ ലിങ്കും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് വേണ്ട 3ാം ക്ലാസ്സിലെ എല്ലാ വീഡിയോസും STD3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 13. Classify the given items into kitchen utensils, food items and food ingredients. Collect pictures of these and make an album. നമുക്കിവിടെ താഴെ ഒരുപാട് വസ്തുക്കളുടെ പേരുകൾ തന്നിട്ടുണ്ട്. അതിൽ കിച്ചൺ യൂട്ടൻസിൽസ് അടുക്കള ഉപകരണങ്ങൾ, അതുപോലെ ഫുഡ് ഐറ്റംസ് ഭക്ഷണ പദാർത്ഥങ്ങൾ, ആൻഡ് ഫുഡ് ഇൻഗ്രീഡിയൻസ് ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് വിഭവങ്ങൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ 3ആയിട്ട് തരം തിരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നമുക്ക് താഴെ ഒരുപാട് തന്നിട്ടുണ്ട്, നോക്കിക്കേ ഏതൊക്കെയുണ്ട്. സ്പൂൺ, പ്ലേറ്റ്, എഗ്ഗ്, പ്രഷർ കുക്കർ, ബനാന, ചില്ലി പൗഡർ, സോൾട്ട്, ബൗള്, നൈഫ്, ഷുഗർ, ഫോർക്ക്, ടീ ലീവ്സ്, കെറ്റിൽ, ഫ്രൈയിങ് പാൻ, സീവ്, വോക്ക്, കൊറിയാണ്ടർ പൗഡർ, മിൻറ്റ് ലീവ്സ്, റോളിംഗ് പിൻ, സ്പാച്ചുല, ഗ്രേറ്റർ, ലാഡിൽ, സാമ്പാർ പൗഡർ, ടൊമാറ്റോ, ജിഞ്ചർ, സ്ട്രെയിനർ, റൈസ് പോട്ട്, ബോയിൽഡ് റൈസ്, ക്ലേ പാൻ, earthenware, kitchen stove, oven, hearth, grinding stone, scoop, mortar and pestle, fried dumplings, steamed dumplings, banana fritters, steamed rice cake, ghee rice, rice soup, sardine fry, lentil fritters, string hoppers, cooked rice. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ ഒരുപാട് കിച്ചൺ യൂട്ടൻസിൽസ് ആണുള്ളത്. അതുപോലെ തന്നെ ചിലതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ്, അതുപോലെ മറ്റ് ചിലത് ഫുഡ് ഇൻഗ്രീഡിയൻസ് ആണ്. അത് 3എണ്ണമാക്കി നമുക്ക് തരം തിരിച്ചെഴുതാം. ആദ്യം കിച്ചൺ യൂട്ടൻസിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ സ്പൂൺ, പ്ലേറ്റ്, പ്രഷർ കുക്കർ, ബൗള്, നൈഫ്, ഫോർക്ക്, കെറ്റിൽ, ഫ്രൈയിങ് പാൻ, സീവ്, വോക്ക്, റോളിംഗ് പിൻ, സ്പാച്ചുല, ഗ്രേറ്റർ, ലാഡിൽ, സ്ട്രെയിനർ, റൈസ് പോട്ട്, ക്ലേ പാൻ, എർത്തൺവെയർ, കിച്ചൺ സ്റ്റോവ്, ഓവൻ, ഹെർത്ത്, ഗ്രൈൻഡിങ് സ്റ്റോൺ, സ്കൂപ്പ്, മോട്ടർ ആൻഡ് പെസ്റ്റുല. ഇത്രയും എന്താണ് കിച്ചൺ യൂട്ടൻസിൽസ് പെടുന്നതാണ്. ഇനി ഫുഡ് ഐറ്റംസ് നോക്കാം. ഫ്രൈഡ് ഡംപ്ലിങ്സ്, സ്റ്റീംഡ് ഡംപ്ലിങ്സ്, ബനാന ഫ്രിറ്റേഴ്സ്, സ്റ്റീംഡ് റൈസ് കേക്ക്, ഗീ റൈസ്, റൈസ് സൂപ്പ്, സാർഡൻ ഫ്രൈ, ലെൻറ്റിൽ ഫ്രിറ്റേഴ്സ്, സ്ട്രിങ് ഹോപ്പേഴ്സ്, കുക്ക്ഡ് റൈസ്. ഇത്രയും ഐറ്റംസ് എന്താണ് ഫുഡ് ഐറ്റംസ് ആണ്. ഇനി അടുത്തതായിട്ട് ഫുഡ് ഇൻഗ്രീഡിയൻസ് നോക്കാം. അതായത് ഈ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്: എഗ്ഗ്, ബനാന, ചില്ലി പൗഡർ, സോൾട്ട്, ഷുഗർ, ടീ ലീവ്സ്, കൊറിയാണ്ടർ പൗഡർ, മിൻറ്റ് ലീവ്സ്, സാമ്പാർ പൗഡർ, ടൊമാറ്റോ, ജിഞ്ചർ. ഇത്രയും എന്താണ് ഫുഡ് ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഇതിനെ എന്ത് ചെയ്യേണ്ടത്, കാറ്റഗറൈസ് ചെയ്തെഴുതേണ്ടത് കേട്ടോ. ആക്ടിവിറ്റി 14. അമ്മ, ഷാൾ ഐ ടേക്ക് സം ഉണ്ണിയപ്പം ടു സ്കൂൾ? സഷ ആസ്ക്ഡ്. സഷ അവളുടെ അമ്മയോട് ചോദിച്ചത് ഓർക്കുന്നില്ലേ നിങ്ങൾ? അച്ഛന് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് സഷ എന്ത് ചോദിച്ചു? അമ്മ, ഞാൻ കുറച്ച് ഉണ്ണിയപ്പം സ്കൂളിലേക്ക് കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചില്ലേ? വാട്ട് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്? അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഒരു കുട്ടി പറയുന്നത് നോക്കൂ. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ടോയ്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ടോയ്സ് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടമാണ്. അതുപോലെ മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഫ്രണ്ട്സുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം? ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ കളറിംഗ് ബുക്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ കളറിംഗ് ബുക്സ് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടമാണ്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ സ്റ്റോറി ബുക്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോടുകൂടെ എൻ്റെ സ്റ്റോറി ബുക്സ് ഷെയർ ചെയ്യാൻ ഇഷ്ടമാണ്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ സ്വീറ്റ്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ സ്വീറ്റ്സ്, മിഠായികളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. ഇനി ഇതുപോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കണേ. റീഡ് ആൻഡ് റീജോയ്സ്. നമുക്കിവിടെ ഒരു കഥ തന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്കിയാലോ. ദ ബോയ് ആൻഡ് ദ ബേർഡ് എന്നാണ് കഥയുടെ പേര്. ആൺകുട്ടിയും ഒരു പക്ഷിയും. ദിസ് ഈസ് റിങ്കു. All his friends have gone home from school. He is waiting for his father. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദിസ് ഈസ് റിങ്കു.
ഈ കുട്ടിയുടെ പേരെന്താണ്? റിങ്കു എന്നാണ്. ഓൾ ഹിസ് ഫ്രണ്ട്സ് ഹാവ് ഗോൺ ഹോം ഫ്രം സ്കൂൾ. അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പാരൻസിൻ്റെ കൂടെ പോയി. ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദർ. റിങ്കു അവൻ്റെ അച്ഛന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. കിയോ കിയോ, റിങ്കു ഹേർഡ് എ സൗണ്ട്. ഇറ്റ് വാസ് ദ ക്രൈ ഓഫ് എ ലിറ്റിൽ ബേർഡ്. ഇറ്റ് കെയിം ഫ്രം എ പൈൽ ഓഫ് ഡ്രൈ ലീവ്സ്. പെട്ടെന്ന് കിയോ കിയോ എന്നൊരു ശബ്ദം റിങ്കു കേട്ടു. റിങ്കു ഹേർഡ് എ സൗണ്ട്. റിങ്കു ആ ശബ്ദം കേട്ടു. ഇറ്റ് വാസ് ദ ക്രൈ ഓഫ് എ ലിറ്റിൽ ബേർഡ്. അതൊരു ചെറിയ പക്ഷിയുടെ കരച്ചിലായിരുന്നു. ഇറ്റ് കെയിം ഫ്രം എ പൈൽ ഓഫ് ഡ്രൈ ലീവ്സ്. ആ ശബ്ദം എവിടെ നിന്നാണ് വന്നത്? ഒരു ഉണങ്ങിയ ഇലകളുടെ കൂമ്പാരത്തിനുള്ളിൽ നിന്നായിരുന്നു വന്നത്. പൈൽ എന്ന് വെച്ചാൽ കൂമ്പാരം, കൂട്ടം കൂടി കിടക്കില്ലേ ഇലകൾ, അതിനുള്ളിൽ നിന്നായിരുന്നു ആ ശബ്ദം വന്നത്. Ringu sat on his knees. He groped through the leaves. His hands stumbled on a poor little bird. അപ്പോൾ റിങ്കു ആ പക്ഷിയുടെ അടുത്തേക്ക് പോയിട്ട് എന്ത് ചെയ്തു? റിങ്കു സാറ്റ് ഓൺ ഹിസ് നീസ്. റിങ്കു അവിടെ മുട്ടുകുത്തിയിരുന്നു. ഹി ഗ്രോപ്ഡ് ത്രൂ ദ ലീവ്സ്. എന്നിട്ട് ആ ഇലകളിൽ ഒന്ന് തപ്പി നോക്കി. ഗ്രോപ്ഡ് എന്ന് വെച്ചാൽ കൈ കൊണ്ട് തപ്പി നോക്കി. ഹിസ് ഹാൻഡ്സ് സ്റ്റംബിൾഡ് ഓൺ എ പുവർ ലിറ്റിൽ ബേർഡ്. തപ്പി നോക്കിയപ്പോൾ അവൻ്റെ കൈകൾ ഒരു പാവം ചെറിയ പക്ഷിയുടെ മേൽ തടഞ്ഞു. സ്റ്റംബിൾഡ് എന്ന് വെച്ചാൽ തടഞ്ഞു. മിയോ മിയോ, റിങ്കു ഫെൽ ദ പ്രസൻസ് ഓഫ് എ ക്യാറ്റ്. വിൽ ഇറ്റ് ക്യാച്ച് ദ ചിക്ക്? ഹി വറീഡ്. ഹി ത്രൂ എ സ്റ്റോൺ അറ്റ് ദ ക്യാറ്റ്. അവൻ ആ പക്ഷിയെ അത് കണ്ടുപിടിച്ചപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ അവിടുന്ന് മിയോ മിയോ എന്ന് പറഞ്ഞിട്ട് ഒരു പൂച്ചയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു. റിങ്കു ഫെൽ ദ പ്രസൻസ് ഓഫ് എ ക്യാറ്റ്. റിങ്കുവിന് അവിടെ ഒരു പൂച്ച ഉണ്ടെന്ന് മനസ്സിലായി. വിൽ ഇറ്റ് ക്യാച്ച് ദ ചിക്ക്? ആ പൂച്ച ഈ പക്ഷിയെ പിടിക്കുമോ? ഹി വറീഡ്. അവനാകെ പേടി തോന്നി. ഹി ത്രൂ എ സ്റ്റോൺ അറ്റ് ദ ക്യാറ്റ്. അവൻ എന്ത് ചെയ്തു? ഒരു കല്ലെടുത്ത് ആ പൂച്ചയുടെ നേരെ എറിഞ്ഞു. റിങ്കു ജെന്റ്ലി പിക്ക് ദ ബേബി ബേർഡ്. വേർ ഈസ് ഇറ്റ്സ് നെസ്റ്റ്? വേർ ഈസ് ദ മദർ ബേർഡ്? ഹി ലിസൺഡ് കെയർഫുള്ളി. ഫൈനലി ഹി ലൊക്കേറ്റഡ് ദ ട്രീ. ശേഷം റിങ്കു എന്ത് ചെയ്തു? റിങ്കു ജെന്റ്ലി പിക്ക് ദ ബേബി ബേർഡ്. റിങ്കു പതുക്കെ ആ പക്ഷി കുഞ്ഞിനെ കയ്യിലേക്ക് എടുത്തു. വേർ ഈസ് ഇറ്റ്സ് നെസ്റ്റ്? അതിൻ്റെ കൂടെ എവിടെയാണ്? വേർ ഈസ് ദ മദർ ബേർഡ്? അമ്മക്കിളി എവിടെയാണ്? ഹി ലിസൺ കെയർഫുള്ളി. അവൻ ശ്രദ്ധയോടെ കേട്ടു. ഫൈനലി ഹി ലൊക്കേറ്റഡ് ദ ട്രീ. അങ്ങനെ അമ്മക്കിളിയുടെ കരച്ചിൽ കേട്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? അതാണ് മരം എന്ന് അവന് മനസ്സിലായി. ആ മരം അവന് ലൊക്കേറ്റ് ചെയ്തു, കണ്ടുപിടിച്ചു. റിങ്കു പുട്ട് ദ ബേർഡ് in his pocket. He climbed onto the top of the tree. He felt the branches and leaves with his hands to find the nest. At last he found the nest. എന്നിട്ട് എന്ത് ചെയ്തു? റിങ്കു പുട്ട് ദ ബേബി ബേർഡ് ഇൻ ഹിസ് പോക്കറ്റ്. റിങ്കു ആ പക്ഷിയെ അവൻ്റെ പോക്കറ്റിനുള്ളിലേക്ക് വെച്ചു. ഹി ക്ലൈംഡ് ഓൺ ടു ദ ടോപ്പ് ഓഫ് ദ ട്രീ. എന്നിട്ട് ആ മരത്തിന് മുകളിലേക്ക് വലിഞ്ഞു കയറി. ഹി ഫെൽ ദ ബ്രാഞ്ചസ് ആൻഡ് ലീവ്സ് വിത്ത് ഹിസ് ഹാൻഡ്സ് ടു ഫൈൻഡ് ദ നെസ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്തു? ആ മരച്ചില്ലയിൽ തൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ തപ്പിയിട്ട് കൂട് എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. അറ്റ് ലാസ്റ്റ് ഹി ഫൗണ്ട് ദ നെസ്റ്റ്. അങ്ങനെ അവന് കൂട് കണ്ടുപിടിച്ചു. Ringu took the bird out of his pocket. He carefully placed it in the nest. The baby bird chirped happily. റിങ്കു എന്ത് ചെയ്തു? റിങ്കു took the bird out of his pocket. കൂട് കണ്ടുപിടിച്ചപ്പോൾ റിങ്കു അവൻ്റെ പോക്കറ്റിൽ നിന്നും ആ പക്ഷിക്കുഞ്ഞിനെ എടുത്തു. He carefully placed it in the nest. പതുക്കെ അവൻ ആ കൂട്ടിലേക്ക് വെച്ചു. The baby bird chirped happily. ആ പക്ഷിക്കുഞ്ഞ് സന്തോഷം കൊണ്ട് ഒച്ച വെച്ചു. ചേർപ്ഡ് എന്ന് വെച്ചാൽ പക്ഷികൾ കരയില്ലേ, അതിനാണ് ചേർപ്ഡ് എന്ന് പറയാം. ദ മദർ ബേർഡ് ലുക്ക്ഡ് അറ്റ് ദ ബോയ് താങ്ക്ഫുള്ളി ബട്ട് ഹി കുഡിൻറ്റ് സീ ദ ബേർഡ്. ഹി വാസ് ബ്ലൈൻഡ്. അമ്മ പക്ഷി ദ മദർ ബേർഡ് ലുക്ക്ഡ് അറ്റ് ദ ബോയ് താങ്ക്ഫുള്ളി. അമ്മ പക്ഷി റിങ്കുവിനെ നന്ദിയോട് കൂടിയിട്ട് നോക്കി. ബട്ട് ഹി കുഡിൻറ്റ് സീ ദ ബേർഡ്. പക്ഷേ അവൻ ആ പക്ഷിയെ കാണാൻ സാധിക്കുമായിരുന്നില്ല. കാരണം എന്താ? ഹി വാസ് ബ്ലൈൻഡ്. റിങ്കു എന്താണ്? കണ്ണ് കാണാത്ത ഒരു കുട്ടിയായിരുന്നു. ബ്ലൈൻഡ് എന്ന് വെച്ചാൽ അന്ധൻ. റിങ്കു കണ്ണ് കാണാത്ത ഒരു കുട്ടിയായിരുന്നു. മക്കൾക്ക് കഥ ഇഷ്ടമായോ? നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ റിങ്കു ബ്ലൈൻഡ് ആണെന്ന്. ആക്ടിവിറ്റി 5 റീകാസ്റ്റ് ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടേതായിട്ടുള്ള വാക്കുകളിൽ ഈ കഥയെ ഒന്നുകൂടെ വിവരിക്കണം. ഫസ്റ്റ് പിക്ചർ നോക്കൂ. വാട്ട് ഡിഡ് സഷാസ് മദർ ഡു? സഷയുടെ അമ്മ എന്താ ചെയ്യുന്നത്? സഷാസ് മദർ വോക്ക് ഹെർ അപ്പ്. സഷയുടെ അമ്മ അവളെ രാവിലെ വിളിച്ചുണർത്തി. സെക്കൻഡ് പിക്ചർ നോക്കൂ. വാട്ട് വാസ് സഷാസ് ഫാദർ ഡൂയിങ്? സഷയുടെ അച്ഛൻ എന്താ ചെയ്യുന്നത്?
ഹി വാസ് കുക്കിംഗ് സംതിങ് സ്പെഷ്യൽ ഇൻ ദ കിച്ചൺ. സഷയുടെ അച്ഛന് അടുക്കളയിൽ എന്തോ വിശേഷപ്പെട്ട വിഭവം ഉണ്ടാക്കുകയാണ്. പിക്ചർ 3. വാട്ട് ഡിഡ് സഷ ഡു? സഷ എന്താ ചെയ്യുന്നത്? സഷ ഷെയർഡ് ദ ഫുഡ് വിത്ത് ഹെർ ഫ്രണ്ട്സ്. സഷ അവളുടെ ഫ്രണ്ട്സിനെല്ലാം ആ ഫുഡ് കൊടുത്തു. പിക്ചർ 4. ഹൂ ഡിഡ് സഷ സീ നിയർ ദ ഡോർ? സഷ വാതിലിനടുത്ത് ആരെയാ കണ്ടത്? സഷ സോ എ ഗേൾ നിയർ ദ ഡോർ. സഷ വാതിലിനടുത്ത് ഒരു പെൺകുട്ടിയെയാണ് കണ്ടത്. പിക്ചർ 5. വാട്ട് ഡിഡ് സഷ ആൻഡ് നവീൻ ഹിയർ? സഷയും നവീനും എന്തായിരുന്നു കേട്ടത്? ദേ ഹിയർഡ് എ ലലാബി. അവരൊരു താരാട്ടുപാട്ട് കേട്ടു അല്ലേ? പിക്ചർ 6. വാട്ട് ഡിഡ് സഷ ഗിവ് കവിത? സഷ കവിതയ്ക്ക് എന്താ നൽകിയത്? സഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. സഷ ഒരു ചിത്രകഥാ പുസ്തകം കവിതയ്ക്ക് നൽകി. പിക്ചർ 7 നോക്കൂ. വാട്ട് ഹാപ്പൻഡ് ഇൻ ദ സ്കൂൾ അസംബ്ലി? സ്കൂൾ അസംബ്ലിയിൽ എന്താ പിന്നെ സംഭവിച്ചത്? ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് കവിത ടു ചിൽഡ്രൻ. ഹെഡ് മാസ്റ്റർ കവിതയെ മറ്റു കുട്ടികൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി കൊടുത്തു. ലാസ്റ്റ് പിക്ചർ. എവ്രിബഡി ബിക്കെയിം ഹാപ്പി. വൈ? എല്ലാവരും സന്തോഷത്തിലായി. എന്തുകൊണ്ട്? ബിക്കോസ് ദേ ഗോട്ട് എ ന്യൂ ഫ്രണ്ട്. കാരണം എന്താ? അവർക്കെല്ലാവർക്കും പുതിയൊരു സുഹൃത്തിനെ കിട്ടിയില്ലേ? ഇനി ചോദ്യം എന്തായിരുന്നു മക്കളെ? നറേറ്റ് ദ സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്. യു മേ ഡ്രോ പിക്ചേഴ്സ് ആസ് വെൽ. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കഥയെ വിവരിച്ചെഴുതുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിത്രങ്ങളും വരച്ചു കൊടുക്കാം. സഷ ഈസ് എ 3rd ക്ലാസ് സ്റ്റുഡൻറ്റ്. സഷ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്, ഒരു വിദ്യാർത്ഥിയാണ്. വൺ ഡേ ഹെർ മദർ വോക്ക് ഹെർ അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഒരു ദിവസം അമ്മ അവളെ രാവിലെ നേരത്തെ വിളിച്ചുണർത്തി. വെൻ ഷി വാസ് റെഡി ടു ഗോ ടു സ്കൂൾ ഹെർ മദർ സെൻഡ് ഹെർ ദ ഡെലീഷ്യസ് ഉണ്ണിയപ്പം മെയ്ഡ് ബൈ ഹെർ ഫാദർ. സഷ എല്ലാം റെഡിയായി സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്ന സമയത്ത് അവളുടെ അച്ഛനുണ്ടാക്കിയ സ്വാദിഷ്ടമായ ഉണ്ണിയപ്പം അമ്മ സഷയ്ക്ക് കൊടുത്തയച്ചു. ഷീ ഷെയർഡ് ഇറ്റ് വിത്ത് ഹെർ ഫ്രണ്ട്സ്. സഷ എന്ത് ചെയ്തു? അത് അവളുടെ കൂട്ടുകാർക്കും പങ്കുവച്ചു. അറ്റ് ദാറ്റ് ടൈം സഷ സോ എ പുവർ ഗേൾ അറ്റ് ദ ഡോർ. ആ സമയം സഷ ഒരു പാവം പെൺകുട്ടിയെ വാതിലിനടുത്ത് കണ്ടു. ഷീ തോട്ട് എ ലോട്ട് അബൌട്ട് ഹൂ ഇറ്റ് വുഡ് ബി. അവൾ ആരായിരിക്കുമെന്ന് ഒരുപാട് ചിന്തിച്ചു നോക്കി. ദാറ്റ് ഈവനിങ് വൈൽ ഗോയിങ് ഹോം ഫ്രം സ്കൂൾ സഷ ആൻഡ് നവീൻ ഹിയർഡ് എ ബ്യൂട്ടിഫുൾ ലലാബി. ആ ദിവസം വൈകുന്നേരം സഷയും നവീനും കൂടെ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ നല്ലൊരു താരാട്ടുപാട്ട് കേട്ടു. ദേ വെൻറ്റ് ടു ദ പ്ലേസ് വേർ ദേ ഹിയർഡ് ദ സോങ്. അവർ ആ പാട്ട് കേട്ട സ്ഥലത്തേക്ക് പോയി നോക്കി. ഇറ്റ് വാസ് ദ പുവർ ഗേൾ ദാറ്റ് സഷ സോ ഇൻ ദ മോർണിംഗ്. അതാരായിരുന്നു? സഷ രാവിലെ കണ്ട ആ പാവം പെൺകുട്ടിയായിരുന്നു. സഷ വാസ് സാഡ് ടു സീ ഹർ. സഷയ്ക്ക് ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. സഷ ഹാൻഡഡ് ദ ഗേൾ ദ സ്റ്റോറി ബുക്ക് ഷീ വാസ് ഹോൾഡിംഗ്. സഷ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചിത്രകഥാ പുസ്തകം അവൾക്ക് കൊടുത്തു. ഹെർ നെയിം വാസ് കവിത. അവളുടെ പേരെന്തായിരുന്നു? കവിത എന്നായിരുന്നു. സഷ ആൻഡ് നവീൻ ടെൽ ദെയർ ടീച്ചർ അബൌട്ട് കവിത. സഷയും നവീനും അവരുടെ ടീച്ചറോട് കവിതയെക്കുറിച്ച് പറഞ്ഞു. ഓൺ ദ നെക്സ്റ്റ് ഡേ കവിത ജോയിൻഡ് ദെയർ സ്കൂൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ ഹെഡ് മാസ്റ്റർ. അടുത്ത ദിവസം അവരുടെ ഹെഡ് മാസ്റ്ററുടെ സഹായത്തോടു കൂടിയിട്ട് കവിത ആ സ്കൂളിൽ തന്നെ ജോയിൻ ചെയ്തു. സോ ദേ വർ ഓൾ വെരി ഹാപ്പി. അങ്ങനെ അവരെല്ലാവരും എന്തായി? ഒരുപാട് സന്തോഷത്തിലായി. ആക്ടിവിറ്റി 16. ഒബ്സർവ് ദ പിക്ചേഴ്സ്, റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. നമുക്ക് താഴെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആ ചിത്രങ്ങൾ നോക്കിയിട്ട് ഒരു കഥ ഉണ്ടാക്കി നോക്കൂ. ഇൻ എ വില്ലേജ് ദർ ലിവ്ഡ് എ പുവർ ഗേൾ ഹു സോൾഡ് ഫ്രൂട്ട്സ് എവറി ഡേ. ഒരു ഗ്രാമത്തിൽ എല്ലാ ദിവസവും പഴങ്ങൾ വിറ്റുകൊണ്ട് ജീവിക്കുന്ന ഒരു പാവം പെൺകുട്ടി ഉണ്ടായിരുന്നു. എവറി ഡേ ഷീ വുഡ് കളക്ട് ദ ഫ്രൂട്ട്സ് ആൻഡ് ടേക്ക് ദം ടു ദ മാർക്കറ്റ് ടു സെൽ ദം. എല്ലാ ദിവസവും അവൾ ഒരുപാട് പഴങ്ങൾ ശേഖരിച്ച് മാർക്കറ്റിൽ പോയി, ചന്തയിൽ പോയി അവ വിൽക്കുമായിരുന്നു. One day, on her way to the market, an elephant ate a whole orange from the basket on her head. ഒരു ദിവസം അവൾ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് അവളുടെ കുട്ടയിലുള്ള മുഴുവൻ ഓറഞ്ചും ഒരു ആന അവൾ അറിയാതെ കഴിച്ചു. ബട്ട് ഷീ ഡിഡിൻ സീ ഇറ്റ്. പക്ഷേ അവളത് കണ്ടില്ല. ആഫ്റ്റർ ഗോയിങ് സം ഡിസ്റ്റൻസ് എ മങ്കി ഓൾസോ എയ്റ്റ് ദ ബനാന ഇൻ ദ ബാസ്ക്കറ്റ്. കുറച്ചുകൂടെ ദൂരം ചെന്നപ്പോൾ കുട്ടയിലുണ്ടായിരുന്ന ബനാന, നേന്ത്രപ്പഴങ്ങളെല്ലാം ഒരു കുരങ്ങൻ കഴിച്ചു. ഷീ ഡിഡിൻ സീ ദാറ്റ് either. അവൾ അതും കണ്ടില്ല. Later, when she passed some more distance, a giraffe ate the whole pineapple from the basket. കുറച്ചുകൂടെ ദൂരം ചെന്നപ്പോൾ ഒരു ജിറാഫ് കുട്ടയിലുണ്ടായിരുന്ന പൈനാപ്പിൾ മുഴുവൻ കഴിച്ചു തീർത്തു. And finally, a parrot ate
ദ റിമൈനിങ് ഫ്രൂട്ട് ഫ്രം ദ ബാസ്ക്കറ്റ്. അങ്ങനെ അവസാനം ഒരു പഴം അതിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നു. അത് ആര് കഴിച്ചു? ഒരു പാരറ്റും കഴിച്ചു. ബട്ട് ഷീ ഡിഡ് നോട്ട് നോ ദിസ്. പക്ഷെ അവൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. സോ ഷീ വാക്ക്ഡ് വിത്ത് ദ എംപ്റ്റി ബാസ്ക്കറ്റ് ആൻഡ് കെയിം ടു എ ഗ്രൂവ് ഫുൾ ഓഫ് മാംഗോസ്. അങ്ങനെ അവൾ ഈ കാലിയായ കുട്ടയുമായി ഇങ്ങനെ നടന്നു പോകുമ്പോൾ എവിടെ എത്തി? ഒരു നിറയെ മാങ്ങകൾ പഴുത്തു തൂങ്ങി നിൽക്കുന്ന ഒരു മാമ്പഴക്കാട്ടിലെത്തി. അറ്റ് ദാറ്റ് ടൈം എ ഗോഡ് കെയിം ആൻഡ് ഹിറ്റ് ദ മാംഗോ ട്രീ വിത്ത് ഇറ്റ്സ് ഹെഡ്. ആ സമയത്ത് ഒരാട് വന്നിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ തല കൊണ്ട് ആ മാമ്പഴത്തിൻ്റെ മാവിൽ ഇടിച്ചു. മിറാക്കുലസ്ലി ഫുൾ ഓഫ് റൈപ്ഡ് മാംഗോസ് ഫെൽ ഫ്രം ദ മാംഗോ ട്രീ ടു ദ ബാസ്ക്കറ്റ്. അങ്ങനെ ആ സമയത്ത് അത്ഭുതകരമായി ആ മാവിലുണ്ടായിരുന്ന പഴുത്ത മാങ്ങകളെല്ലാം എന്ത് ചെയ്തു? ആ പെൺകുട്ടിയുടെ കുട്ടയിലേക്ക് വീണു. ആൻഡ് ദ ഗേൾ റീച്ച് ദ മാർക്കറ്റ് ആൻഡ് സോൾഡ് ഓൾ ദോസ് റൈപ്ഡ് മാംഗോസ്. ആ പെൺകുട്ടി ചന്തയിലെത്തിയിട്ട് ഈ പഴുത്ത മാമ്പഴങ്ങളെല്ലാം എന്ത് ചെയ്തു? അവിടെ വിറ്റു. ആക്ടിവിറ്റി 17 ഡിജി ടാസ്ക് വീഡിയോ ക്ലിപ്പ്. സഷാസ് ഫാദർ വാസ് മേക്കിംഗ് ഉണ്ണിയപ്പം. സഷയുടെ അച്ഛന് ഉണ്ണിയപ്പം ഉണ്ടാക്കുകയായിരുന്നു. ഹാവ് യു വാച്ച്ഡ് യുവർ ഫാദർ ഓർ മദർ കുക്കിംഗ്? നിങ്ങളുടെ അച്ഛനോ അമ്മയോ വീട്ടിൽ കുക്ക് ചെയ്യുന്നത്, പാചകം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ കുക്ക്ഡ് സംതിങ്? നിങ്ങൾ എന്തെങ്കിലും പാചകം ചെയ്തിട്ടുണ്ടോ? പ്രിപ്പയർ എ കുക്കറി വീഡിയോ വിത്ത് യുവർ ഓഡിയോ കമൻറ്ററി, സെൻഡ് ഇറ്റ് ടു യുവർ ടീച്ചർ. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കുക്കറി വീഡിയോ നിങ്ങളുടെ ഓഡിയോ പറയുന്ന രീതിയിൽ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് കുക്കറി വീഡിയോസ് കാണുന്നില്ലേ? ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കുക്കറി വീഡിയോ എടുത്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. വീഡിയോ മാത്രം പോരാ, അതിലെന്തും വേണം? നിങ്ങളുടെ ഓഡിയോ കമൻറ്ററി വേണം കേട്ടോ. ഓഡിയോ നിങ്ങൾ പറയുന്നതും വേണം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം, എങ്ങനെയൊക്കെയാണ് കുക്ക് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നിങ്ങൾക്ക് ടെൻഡർ ടച്ച് എന്നുള്ള ആദ്യത്തെ ചാപ്റ്ററിൽ ചെയ്തു തീർക്കാനായിട്ടുള്ളത്. നമ്മൾ 3 വീഡിയോസിലായിട്ടാണ് ആക്ടിവിറ്റീസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് മുന്നേയുള്ള വീഡിയോ കാണാത്ത കൂട്ടുകാരെന്ത് ചെയ്യുക? നമ്മുടെ ചാനലിലെ STD 3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയിട്ട് ആ വീഡിയോ കണ്ടു നോക്കുക. ഇന്നത്തെ ആക്ടിവിറ്റീസ് എല്ലാം മക്കൾക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചറിയാവുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്